ചോദിക്കാൻ വന്നിരിക്കുവാണല്ലോ. അതിനെല്ല കുട്ടികളോട് ഒരിക്കലും കല്യാണത്തിന്റെ കാര്യം ചോദിക്കരുത്. വലിയവരുടെ കാര്യമാണല്ലോ, കുട്ടികളോട് ചോദിക്കേണ്ട കാര്യമല്ല. എന്നെ നന്നായിട്ട് ഉപദേശിച്ചു, ഞാൻ നന്നാവാൻ ശ്രമിക്കാം കേട്ടോ. സാന്ദ്രക്കുട്ടി, അടുക്കള കയറി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഞാനോ? ഞാൻ മമ്മിയെ ഇടയ്ക്ക് ഏതാണ്ടൊക്കെ സഹായിക്കുന്നുണ്ട്. ഏതാണ്ടൊക്കെ സഹായിക്കില്ലേ? എങ്ങാണ്ടൊക്കെ പോവലൊക്കെയാണല്ലോ മൊത്തം. അതെന്താ ഏതാണ്ട് സഹായിക്കാന്ന്? മമ്മി ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തോണ്ട് വരാൻ പറയുമ്പോ ഞാൻ എടുത്തോണ്ട് വരും. പിന്നെ ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചിരണ്ടി കൊടുക്കും. ഓ, ഇഞ്ചി ചിരണ്ടാൻ അറിയോ? വെരി ഗുഡ് ഗേൾ. പിന്നെ എന്തൊക്കെ ചിരണ്ടും? ഉള്ളി പൊളിക്കും, ഇഞ്ചി ചിരണ്ടും, പാത്രം കഴുകുമോ? ഈ മമ്മി ആള് കൊള്ളാൻ. ഈ കൊച്ചിനെ കൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള പാത്രം കഴുകുന്നത്. ഓഹോ, എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ പാത്രം കഴുകാൻ. വലുതാവുമ്പോ ആരാവണം? പൈലറ്റ്. അതിപ്പോ ആ ആഗ്രഹം പറയുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും പറയുവാണ്, വേണ്ട നീ പൈലറ്റ് ഒന്നും ആവണ്ട, നീ ഡോക്ടർ ആയാ മതി എന്ന് പറഞ്ഞാലോ? ഞാനത് സമ്മതിക്കല. ഒന്നെങ്കിൽ ഞാൻ പറയും, ഒന്നെങ്കിൽ എനിക്ക് സയന്റിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പൈലറ്റ് ആണ്. ഇത് രണ്ടും ഇവര് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അമേരിക്ക പുറപ്പെട്ടു പോവാൻ തന്നെ തീരുമാനിച്ചു. എങ്ങനെയാ പോവാ? പ്ലെയിനെ കയറി പോവും. അപ്പൊ എന്തിനാ പോകുന്നേ? അവിടെ പോയിട്ട് ജോലി ചെയ്യും. ജോലി ചെയ്തിട്ട് തന്നെ പഠിച്ച് സയന്റിസ്റ്റ് അല്ലെങ്കിൽ പൈലറ്റ് ആവും. അവിടുന്ന് സയന്റിസ്റ്റോ പൈലറ്റോ ആവും. അവിടെ നിന്ന് എന്ത് വന്നാലും സയന്റിസ്റ്റോ പൈലറ്റോ ആയിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ വീട്ടുകാരെ ശല്യം ഉണ്ടാവില്ലോ എന്ന് വെച്ചാൽ അമേരിക്കയിലല്ലേ, വീട്ടുകാർക്ക് വരാൻ പറ്റില്ലല്ലോ. അമേരിക്ക പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം നമ്മള്? അതെനിക്കറിയില്ല. ഇനി ഞാനിപ്പോ അമേരിക്ക പോയില്ലല്ലോ. അതെ, ഞങ്ങൾ ഇതുവരെ അമേരിക്ക പോയിട്ടില്ല. ഒരു പ്രാവശ്യം പോയി നോക്കിയാലേ അറിയുള്ളൂ. ഞാനൊരു ചേച്ചിയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? എന്നോട് ചോദ്യോ? ചോദിക്കട്ടെ? ചോദിച്ചോ. കഴുത്തിലണിയാൻ പറ്റാത്ത മാല എന്താ? കഴുത്തിലണിയാൻ പറ്റാത്ത മാല? തോറ്റ്. തിരമാല. എന്റെ പണി കളയാനായിട്ട് എനിക്ക് തന്നെ പണി തന്നോണ്ടിരിക്കുക. ഈ കടലിൽ എന്തിനാ തിരമാല വരുന്നേന്നൊന്ന് പറഞ്ഞേ. തിരമാലയോ? കാറ്റടിക്കുമ്പോ വെച്ച് തിരമാല വരും. കാറ്റ് വരുമ്പോ അങ്ങ് വെച്ച് തിരമാല വരുവാ. ടോമിനെയാണോ മീശ വെക്കുന്നേ? എന്നെ കണ്ടിട്ട് നിനക്ക് ആണായിട്ടാ തോന്നിയേ? ഇതുവരെ നമ്മുടെ കൂടെയുള്ളവരെ പറഞ്ഞിട്ടുള്ളൂ നീ ഒരു ആണാണെന്ന്. ഇത് ഇപ്പൊ കൊച്ചുങ്ങൾക്ക് വരെ മനസ്സിലായി തുടങ്ങി. ദൈവം എന്റെ ഗതികേട് നോക്കണേ. അപ്പൊ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വലിയ കുട്ടിയായി, സിനിമയിൽ അഭിനയിക്കാൻ ചെന്നു. ഇത്ര ഉള്ളൊരു ചെറിയ ഡ്രസ്സും ഇത്ര ഉള്ളൊരു ചെറിയ ഡ്രസ്സും ഇടണമെന്ന് പറഞ്ഞാൽ ഇടുവോ? അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ അതിന് അമ്മയും അച്ഛനും സമ്മതിച്ചില്ലെങ്കിലോ? അതിനു മുമ്പ് ഞാൻ ഡൽഹിക്ക് പോയിട്ട് അവിടുത്തെ സിനിമയ്ക്ക് പോകും. നാട്ടിലെ സിനിമയിൽ അഭിനയിക്കുന്നില്ല, മലയാളം അല്ല ലക്ഷ്യം, ഹോളിവുഡ് ബോളിവുഡ് ലെവലിലെ താല്പര്യപ്പെടുന്നുള്ളൂ. വീട്ടുകാരെന്ത് ചെയ്യണ്ടെന്ന് പറയുന്നോ അപ്പൊ തന്നെ പുറപ്പെട്ടു പോകും. വീട്ടുകാരൊന്ന് സൂക്ഷിച്ചു വെച്ചോ. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും വേണ്ട നീ അത് ചെയ്യണ്ടെന്ന് പറയാറുണ്ടോ? അത് ഇപ്പൊ ആയതുകൊണ്ട് ഞാൻ അനുസരിക്കും. ഇപ്പൊ ആയതുകൊണ്ട് അനുസരിക്കും. ഭാവിയിൽ അത് പ്രതീക്ഷിക്കരുത്. ചേച്ചി, എന്നാ ഞാനൊരു കാര്യം പറയട്ടെ? ചേച്ചിയുടെ ഈ കാതാ തൂങ്ങി കിടക്കുന്നത് എന്തോന്നാ? അയ്യോ, ഇതിന് കമ്മൽ എന്നല്ലേ പറയുന്നേ? കമ്മൽ എന്നല്ലെങ്കിൽ ഇത്രയും രാത്രിയുള്ള സാധനത്തിന് കമ്മൽ എന്നാണോ പറയുന്നത്? എന്നെ വെറുതെ വിടാമോ? വലുതായിട്ട് നമ്മൾ പൈലറ്റോ സയന്റിസ്റ്റോ ഒക്കെ ആവുമല്ലോ. ഇവിടെ പറ്റിയില്ലെങ്കിൽ അച്ഛനും അമ്മേനെയും വിട്ടച്ച് ഒളിച്ചോടി പോയി അമേരിക്കയിൽ പോയി നമ്മളിത് ആവും എന്താണെങ്കിലും. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിക്കണ്ടേ? കല്യാണം അവിടെ നിന്ന് കഴിക്കും. അമേരിക്കന്ന് കഴിക്കും സായിപ്പിനെ. കേട്ടിരുന്നോ? സായിപ്പിനെ കല്യാണം കഴിക്കാനാണോ ഇഷ്ടം? അല്ല. പിന്നെ സിനിമാ നടന്മാരെ കല്യാണം കഴിക്കാനാ ഇഷ്ടം? അമേരിക്ക പോയ ഇതൊക്കെ വല്ലതും നടക്കുവോ? അതൊക്കെ ഞാൻ നടന്നില്ലെങ്കിൽ അതാണ്, അതൊക്കെ നമ്മള് നടന്നില്ലെങ്കിൽ